ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇത് കുറച്ച് വൈകിപ്പോയ ഒരു വ്ളോഗാണ് കേട്ടോ. ഇത് നമ്മൾ ക്രിസ്മസ് വീക്കിൽ നടന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനെ ക്രിസ്മസ് വീക്ക് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മൾ ഫോറം മോളിൽ പോയപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ അമ്മയ്ക്കുള്ള ബർത്ത്ഡേ സാന്റ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ കുറച്ച് ലൊട്ടൊടുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ആക്ച്വലി വേണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. ആക്ച്വലി ഇത് നമ്മൾ ലുലു പോയപ്പം കണ്ടതാണ് ഈ ഒരു ആർട്ട് കിറ്റ്. ഇതിനകത്ത് പല ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട്. എന്താ കളർ പെൻസിലുണ്ട്. ഞാനൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ. ഞാനിത് അങ്ങനെ ശ്രദ്ധിച്ചില്ല, ഇപ്പോഴാണ് ഞാനത് കാണുന്നത്. ഇങ്ങനെ തന്നെ വെക്കണമായിരുന്നു നല്ലത്. പക്ഷെ ഉണ്ടല്ലോ, ക്ലേ ഇത് പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സാധനമാണ്. പക്ഷെ പാരൻസിന് അത്ര ഹാപ്പി അല്ല. ഞാൻ വളരെ ഹാപ്പി അല്ല, കാരണം അവളിവിടെ ഫുൾ സ്ഥലത്ത് വെച്ച് തേക്കും. അപ്പം അതുകൊണ്ട് ഇത് ഞാൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇത് മാറ്റി വെച്ചേക്കാം, ബാക്കി സാധനങ്ങളൊക്കെ കൊടുക്കാം. ഇത് ആക്ച്വലി ഇവിടെ ഇനി ഇരിപ്പുണ്ട്. ഇങ്ങനത്തെ ഒരു പാക്കറ്റും കൂടെ ഞാനിങ്ങനെ കൊടുക്കാതെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് പിന്നെ കൊടുക്കാം. വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇതിനകത്ത് വരുന്നത് ഒരു ഡ്രോയിങ് ബുക്കുണ്ട്. പ്ലെയിൻ ബുക്കാണ്. നോ, കളറിങ് ബുക്കാണ് കേട്ടോ. അത് കൊള്ളാം. ഞാൻ വിചാരിച്ചു പ്ലെയിൻ ബുക്കായിരിക്കും. ഓക്കെ, ഇതിൽ പ്ലെയിൻ പേപ്പേഴ്സും ഉണ്ട്, കളർ ചെയ്യാനുള്ളതുണ്ട്. അത് കൊള്ളാം. പിന്നെ ഓയിൽ പേസ്റ്റൽസ് ഉണ്ട്, പിന്നെ ക്രയോൺസ് ഉണ്ട്, സ്കെച്ച് പെൻ ഉണ്ട്, കളർ പെൻസിലുണ്ട്, പിന്നെ റബ്ബർ, ഷാർപ്നർ, പെൻസിൽ. പിന്നെ ഞാൻ എക്സ്ട്രാ വേറെ ഒരു കളറിങ് ബുക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെക്കാം. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നതാണ് ഈ സാധനം കാണാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി സ്പൈഡർമാൻ്റെ ബാഗാണ്. നമുക്ക് സ്കൂളിൽ പോകുമ്പം സ്പൈഡർമാൻ്റെ ബാഗ് വേണം എന്നിങ്ങനെ നമ്മൾ കുറേ ആയിട്ട് പറയുന്നുണ്ട്. സ്കൂളിൽ വിടുന്ന കാര്യത്തിൽ നമ്മൾ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഏതായാലും അധികം വൈകാതെ തന്നെ പ്ലേ സ്കൂളിലാക്കണം. അപ്പം അന്നേരം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ ബാഗ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്താണ്. പൊട്ടിച്ചിട്ടില്ല ഇതുവരെ ഞാൻ. ഈ ബാഗ് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സാധനങ്ങളൊക്കെ ഈ ബാഗിനുള്ളിൽ വെച്ചാലോ? അല്ലെങ്കിൽ വേണ്ടല്ലേ, അതത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നത്തില്ല. എങ്കിലോ നമുക്ക് ആലോചിക്കാം. പിന്നെ ഞാൻ കുറച്ച് കുറച്ച് ഹെയർ ക്ലിപ്സ് ഉണ്ട്. ഇത് ആക്ച്വലി അവളുടെ മാമൻ കണ്ണൻ എപ്പോഴോ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അത് ഞാൻ കാണിക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇതും നമുക്ക് വെക്കാം, പറ്റിക്കാം. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്, അതുകൂടെ നമുക്ക് ഇതിനകത്തിടാം. അപ്പം നമുക്ക് റാപ്പ് ചെയ്യാം. അമ്മി ഉറങ്ങുവാണ്. എണീറ്റ് കഴിഞ്ഞ പരിപാടി ഒന്നും നടക്കത്തില്ല, അതുകൊണ്ടാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പെൻസിലും ഷാർപ്നറും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും ഒക്കെ കൂടെ ആ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചു. ക്ലേ ഞാൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ എനിക്കൊരു കുറ്റബോധം, പാവം കൊച്ചിൻ്റെ ഒരു സന്തോഷമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വെച്ചു. പിന്നെ ബാക്കി സാധനങ്ങളും എല്ലാം ഞാൻ പാക്ക് ചെയ്തു. ഇപ്പം ഈ വീഡിയോ ഇപ്പോൾ അമ്മി കാണത്തില്ല. അപ്പം അമ്മയ്ക്ക് മനസ്സിലാവില്ല ഞാനാണ് സാന്റ ഗിഫ്റ്റ് പാക്ക് ചെയ്ത് കൊണ്ട് വെച്ചേക്കുന്നതെന്ന്. കൊച്ച് വിചാരിച്ചേക്കുന്നത് സാന്റ തന്ന ഗിഫ്റ്റാണെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് എത്ര നാൾ അങ്ങനെ ഇരിക്കുന്നു അത്രയും കാലം അത് അങ്ങനെ ഇരിക്കട്ടെ. ഒരു പ്രായം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ പറ്റിച്ചതാണെന്ന്. പക്ഷേ അത്രയും നാൾ ഇതൊരു ചെറിയൊരു ഹാപ്പിനെസ് ആണല്ലോ, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എനിക്ക് പണ്ടൊക്കെ ക്രിസ്മസ് ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഡിസംബർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും. ഇപ്പോഴും ആ എക്സൈറ്റ്മെൻറ്റിന് കുറവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ സാന്റ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിസ്മസിന് കൊടുത്താൽ മതി. അപ്പോൾ ഇതന്ന് രാത്രിയിൽ അമ്മയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെക്ഡി പോയതാണ്. ആക്ച്വലി ഒരു ജ്യൂസ് കുടിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിയായിരുന്നു, കാരണം അവൾ കാര്യമായിട്ടൊന്നും ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളത് അന്വേഷിച്ച് മെക്ഡി വരെ എത്തി. ഞാൻ ഭയങ്കര മെക്ഡി ഫാനൊന്നും അല്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ബർഗർ കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. പക്ഷേ എൻ്റെ ഒരു സങ്കല്പത്തിൽ ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഓൾറെഡി മെക്ഡിയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷേ കുറേ അന്ന് നല്ലതായിരുന്നു. പക്ഷേ എനിക്കെന്തോ ഇതങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കഴിച്ചിട്ട് പോന്നു. നെക്സ്റ്റ് ഡേ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ നിലു ബേബിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറ്റാനിക്കര പോയിട്ടുണ്ടായിരുന്നു. നിലുവിന് ഗുരുവായൂരും ചേർത്തലയിലും ചോറ് കൊടുത്തപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ അങ്ങനെ നമ്മൾ ചോറ്റാനിക്കരെ വന്നേക്കുവാണ് നിലുവിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ അന്ന് രാവിലെ ജോലിക്ക് പോവേണ്ടതുകൊണ്ട് അച്ഛൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്കും നമ്മൾ ചോറ്റാനിക്കരെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റേജിൽ വന്നിരുന്നപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. പക്ഷേ ഇപ്പോൾ അമ്മ ഇത് ചേച്ചിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് നിലുവിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് മഹാരാജ സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ എറണാകുളം ദർബാർ ഹോൾ റോഡിലുള്ള, അവിടെ നമ്മൾ പിള്ളേർക്ക് വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സൊക്കെ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഭയങ്കര വിലക്കുറവാണ്. പിന്നെ വേറെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് അവിടെ. അപ്പം ഇന്ന് നമ്മൾ നിലുവിന് കുറച്ച് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി പോകുമായിരുന്നു. പിന്നെ ഇന്നത്തെ പ്രത്യേകത ഇന്ന് ക്രിസ്മസ് ഈവ് കൂടിയാണ്. അപ്പം നമ്മൾ രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ MG റോഡിലുള്ള അരിപ്പയിൽ വന്നതാണ്. അരിപ്പയിൽ വന്നാൽ അതൊരു ആചാരമാണല്ലോ, നമ്മൾ കുറേ നേരം ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അവിടെ എപ്പോഴും ഫീൽഡ് ആയിരിക്കും. പാലാരിവട്ടത്താണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും. എപ്പോഴും നമ്മളവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സീറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ കണ്ണേട്ടനില്ല, കണ്ണേട്ടന് വേറെ ക്രിസ്മസ് പാർട്ടി ഉള്ളതുകൊണ്ട് അത് പങ്കുചേരാൻ വേണ്ടി പോയിട്ടുണ്ട്. ജിത്തു ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇത്രയും പേരാണ് കേട്ടോ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഉണ്ട് ലൈം സോഡയുണ്ട്, ഫ്രഷ് ലൈമും ഉണ്ട്. ഒരു ഹായ് പറയൂ. ഹായ് പറഞ്ഞു. മെറി ക്രിസ്മസ് ഗായ്സ്. ഇന്നാണ് ക്രിസ്മസ്. ഒബ്വിയസ്ലി ഞാനത് പോസ്റ്റ് ചെയ്യുമ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിയും. പക്ഷെ എന്നാലും മെറി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഇന്ന് ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് സാന്റാ ഗിഫ്റ്റ്. അമ്മയുടെ സാന്റാ ഗിഫ്റ്റ് ക്രിസ്മസ് ട്രീ കടയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ എഴുന്നേൽപ്പിച്ചിട്ട് നമുക്ക് സാന്റാ ഗിഫ്റ്റ് വന്നു നോക്കാൻ പറയാം. അമ്മ സാന്റാ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. Oh wow! Wow! വാ വാ നമുക്ക് പൊട്ടിച്ചു നോക്കാം. ഇതേ കൊണ്ടുപോണ റൂമില് അപ്പ എടുത്ത് കൊണ്ടുപോയതാണ്. ഹാപ്പി ക്രിസ്മസ്. അറിയാൻ പാടില്ല എന്താണെന്ന്. നോക്കിക്കോ. ബാഗോ പെൻസിൽ ഷാർപ്പ്നർ. അമ്മാനിക്കൊന്നും പറ്റില്ലേ സാന്റ? അയ്യോ അമ്മാനി നീ ഉണ്ടല്ലോ. ഇനിയുണ്ടാ നീ സാധനം നീ ഉണ്ടാ നീ ഇനിയില്ലേ? സാന്റയ്ക്ക് താങ്ക് യു പറ. താങ്ക് യു സാന്റ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അപ്പയ്ക്ക് കൊടുക്കും. ഞാൻ വിചാരിച്ച പോലെ സ്പൈഡർമാൻ്റെ ബാഗൊന്നും അല്ല അമ്മയ്ക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയത്. ഈ കളർ പെൻസിലും ബുക്കും ഒക്കെ ആയിരുന്നു. പക്ഷെ
പക്ഷെ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് പല്ല് തേച്ചതിന് ശേഷം സാന്റാ ഗിഫ്റ്റ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോൾ ഉറക്കപ്പിച്ചിലിരുന്ന് കളറിങ് ബുക്കൊക്കെ ആയിട്ട് അതുമായിട്ടാണ് ഈ നടപ്പ്. നമുക്കങ്ങനെ ഭയങ്കര വലിയ ക്രിസ്മസ് പാർട്ടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലുള്ളവരൊക്കെ തന്നെ. പിന്നെ ഒരു ക്രിസ്മസ് ലഞ്ച് നമ്മൾ തട്ടിക്കൂട്ടി. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും അതൊക്കെ തന്നെ. അപ്പോൾ അത് പിന്നെ വൈനാണല്ലോ മെയിൻ ഫാക്ടർ ക്രിസ്മസിൻ്റെ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് കുറച്ച് വൈനായി കുടിച്ചു. ഇത് ആക്ച്വലി ഞാൻ അമ്മയ്ക്ക് കൊടുത്തതല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ വൈൻ ഗ്ലാസ് ഇല്ല. അപ്പോൾ നമ്മളുള്ള ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഗ്ലാസ് ഇന്നപ്പോൾ ഒന്ന് മണപ്പിച്ച് നോക്കിയതേ ഉള്ളൂ. ഇനി കൊച്ചിന് ഞാൻ വൈൻ കൊടുത്തു എന്നും പറഞ്ഞ് എന്നെ ആരും വന്ന് ട്രോളരുത്. അപ്പോൾ ലഞ്ചിന് ശേഷം ഞാനും കണ്ണാട്ടിനും അമ്മയും കൂടെ പുറത്തോട്ടിറങ്ങി. ഞങ്ങൾക്ക് 2 പേരെ കാണാനുണ്ട്. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് കുറച്ചും കൂടെ എക്സൈറ്റഡ് ആവാനുള്ള റീസണാണ് അവർ 2 പേരും. ജിസ്മോനും അമലയും ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് അല്ല, ദേ ലൈക്ക് ഫാമിലി. കണ്ണൻ്റെ ചങ്കിടുപ്പുമായ 2 പേരിൽ ഒരാളാണ് ജിസ്മോൻ, മറ്റേത് അൽത്താഫാണ്. ഇനി ഞങ്ങൾ കാത്തിരിക്കുന്നത് അൽത്ത ഐശ്യം വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ അമ്മു. പിന്നെ അമയെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നൊരു 3 months എന്തോ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് അമല കാനഡയ്ക്ക് പോകുന്നത്. ജിസ് ഇതിനിടയിൽ ഒന്ന് വന്നു പോയപ്പോൾ അമ്മയെ കണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ജിസ് ഒരു പുതിയ കഥാപാത്രമല്ല. പിന്നെ ഇവരൊക്കെ വീഡിയോ കോൾ കാണുന്നതാണ്. നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. ഒരുപാട് സമയം കഥ പറഞ്ഞിരിക്കാനില്ലായിരുന്നു. കാരണം നമ്മൾ കൊല്ലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു. തിരിച്ച് വന്നിട്ട് വേണം വിശദമായിട്ട് ഇരുന്ന് കഥ പറയാൻ. അപ്പോൾ കൊല്ലത്തോട്ട് നമ്മൾ പോകുന്നതിൻ്റെ മെയിൻ അജണ്ട ഗണപതി അമ്പലത്തിൽ പോയി തൊഴണം. കൊട്ടാരക്കരയിൽ കുറച്ചധികം നാളായി. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുവാണ്. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.